ചാവക്കാട് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഖരമാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടോ? ഇതിനകത്ത് എന്താണ് നടക്കുന്നത്? ചാവക്കാട് പരപ്പിൽ താഴത്തുള്ള ആ പ്ലാന്റ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഒരു പേടി സ്വപ്നമാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക മാത്രമാണ് ഉള്ളത്. അതല്ലാതെ സംസ്കരണത്തിന് വേണ്ടിയുള്ള യന്ത്രങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായത് മനസ്സിലാവുകയും ചെയ്യും. ഈ തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഇവിടെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നുള്ള വെള്ളം ഒലിച്ചിറങ്ങി ഈ പ്രദേശത്തേക്ക് ആകെ വ്യാപിക്കുകയും ചെയ്യും. അതോടുകൂടി കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ മലിനമാവുകയും ചെയ്യും. നിരവധി തവണ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പരാതി പറഞ്ഞിരുന്നു. ഇതുവരേക്കും പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചേച്ചി, എന്താ ഷൂ ഒക്കെ ഇട്ടിട്ട് ഈ സമയത്ത് ഇറങ്ങിയില്ല? അതായത് രാത്രി കഴിഞ്ഞ ചൊറിച്ചിലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഈ ഷൂ നേരം രാത്രി 7 മണിയാവും ഞാൻ ഈ ഷൂ ഊരി താഴ്ത്തി വെക്കണം ചെയ്യും. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വെച്ചാൽ ഈ കരി ഓയിൽ പോലെയാണ് ഈ വെള്ളത്തിൻ്റെ ഇത്. അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ നിറയെ ചൊറിച്ചില്ല. കുട്ടികൾക്ക് മേലാകെ തടിപ്പ്. ഒരു മാസത്തിലൊരു 4 ദിവസം 5 ദിവസം ഒന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. ഈ ചൊറിച്ചിലും തടിപ്പും പിന്നെ വയറിളക്കം, പനി, ഇതേ അവസ്ഥയാണ് നമ്മൾ വളരെ കഷ്ടതയോടുകൂടിയാണ് ജീവിച്ചു പോകണത്. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലം വാങ്ങിച്ച് നമുക്ക് പോകാനുള്ള മാർഗമുണ്ട് വെച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ പോകും. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്രയും ദുരിതം നിറഞ്ഞ ജീവിതമാണ്. ഒരിക്കലും ഇതിനെ എന്താ പറയുക, മുനിസിപ്പാലിറ്റി ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമല്ലേ, അപ്പോൾ അതുപോലെ നമുക്കും ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ, അല്ലാണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടോ മറ്റുള്ളത് നോക്കിയിട്ടൊന്നല്ല. പിന്നെ അത്ര ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. അതിൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് ഇത്. പിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ വെള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വെള്ളമൊന്നും വന്നിട്ടില്ല. വരും. ഇവിടെ ബയോമൈനിങ് നടത്തി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ഒരു വിശദീകരണം. പക്ഷേ ബയോമൈനിങ് ഇവിടെ ആരംഭിച്ചിട്ട് ഒരുപാട് നാളുകളായി. ഇതുവരേക്കും അതിൻ്റെ ഒരു പ്രവൃത്തികളൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എത്ര നാളായി ബയോമൈനിങ് നടക്കുന്നത്? ബയോമൈനിങ് ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ജനുവരിയിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് 3 നാൾ കൊണ്ട് തീർക്കുന്ന, 1 മാസം കൊണ്ട് തീർക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 1.5 വർഷത്തോളമായി ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ പണിയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് അപ്പുറത്ത് കായലാണ്. അത് വലിയൊരു ഏരിയ ഉണ്ട്, വലിയൊരു കായലാണ്. അതിലേക്കാണ് ഈ മാലിന്യം മൊത്തം പോകുന്നത്. കായലിലേക്ക് ഇതൊക്കെ ഒഴുകി ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർക്കും ഇതിൻ്റെ ഒരു പരിണിതഫലം അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും. അതായത് പ്രത്യക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെയുള്ളൊരു ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകൾ മാത്രമാണ് ഇത് അനുഭവിക്കുന്നുള്ളൂ. അത് കാരണമാണ് ഇത്രയും ആൾ കുറവ്. ഇത് മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പരോക്ഷമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം പോകുന്നത് ഈ പരിസരത്തുള്ള എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും അത് അറിയുന്നില്ല, കാര്യങ്ങൾ അറിയുന്നില്ല. കാലക്രമേണ കുറേശ്ശെ എന്തെങ്കിലും സ്കിൻ ഡിസീസോ കാര്യങ്ങളോ വരുമ്പോഴേ ഇത് അവർ മനസ്സിലാക്കുന്നുള്ളൂ. അതാണ് സംഭവം. ഇതിനൊരു അറുതി ഉണ്ടാകുമോ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും ചോദിക്കുന്നത്. പക്ഷേ നഗരസഭയ്ക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നുമില്ല. സുജി പട്ടാമിക്കൊപ്പം ചാവക്കാട് നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്.